കിട്ടി 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 കിട്ടി. ഇനി ഓടാം. നമ്മളങ്ങനെ ദുബായിലെത്തി. യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ മാക്സ് മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞിടത്ത് പോകണം. അവിടെ നടന്നിട്ട് വേണം ദുബായ് ഫ്രെയിമിലെത്താൻ. കാർഡെടുത്തത് എൻ്റെ പൊന്നോ, ഞാനെടുത്ത കഷ്ടപ്പാട്. ദുബായിൻ്റെ പണ്ടത്തെ ദുബായിൻ്റെ മാപ്പ് 1960. ഹായ്, എല്ലാവർക്കും 12 ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ദുബൈയിലാണ്. റാസൽ ഖൈമയിലല്ല, ദുബൈയിൽ കേട്ടോ. നമ്മൾ റാസൽ ഖൈമയിൽ നിന്ന് ബസ് പിടിച്ച് ദുബൈയിലെത്തി. അപ്പോൾ ഈ വീഡിയോൻ്റെ ഇത് മിക്കവാറും 1, 2, 3 പാട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഞാൻ ദുബായ് മൊത്തവും മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും ഇന്ന് ഞാൻ കവർ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. നമുക്കാദ്യം ഇവിടെ നിന്ന് ഞാൻ നിൽക്കുന്നത് കോർണിഷിലാണ്. റാസൽ ഖൈമ കോർണിഷ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് റാക്ക് ട്രാൻസ്പോർട്ട് അതോറിറ്റീൻ്റെ ബസ് സ്റ്റോപ്പിലോട്ട് എത്തണം. ഇവിടെ നിന്ന് ദുബൈയിലോട്ട് പോകാൻ. അതിൻ്റെ മുമ്പ് ബസ് എത്ര മണിക്ക് എത്തുന്നതെന്ന് അറിയില്ലല്ലോ. ആ ബസ് സ്റ്റോപ്പ് കണ്ടു. ഓക്കെ, ഇത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നക്കീൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അത് മാർക്കറ്റ് ഏരിയ. അവിടെ നമുക്ക് പോകാം ഒരു ദിവസം. നക്കീൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് അൽഹംറ ജസീറ അൽഹംറ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഒരു സിംഗിൾ ബസ്, റെഡ് ലൈൻ എന്ന് പറയുന്നവിടെ ഒരു സിംഗിൾ ബസ് ഉണ്ട് അങ്ങോട്ട്. അത് ഓരോ മണിക്കൂറിനും അങ്ങോട്ട് ബസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആ ബസ് എടുത്ത് നമ്മൾ ഇങ്ങോട്ട് പോകണം. ട്രാൻസ്പോർട്ട് അതോറിറ്റീൻ്റെ മെയിൻ ബസ് ഹബ്ബ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ റാസൽ ഖൈമ ടു ദുബായിൻ്റെ ബസ് എടുത്ത് പോകണം. അതാണ്ട് ബസ്സെത്തി. അതാണെന്ന് തോന്നുന്നു. അതാണ് ആ ബസ്. ഇത് തന്നെയാണോ അല്ലയോ എന്ന് മാത്രം എനിക്ക് അറിയേണ്ടത്. ഇനി ഓടാം. This one to Jazeera, right? അമ്മച്ചാണ് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ആ സ്ഥാനത്ത് കയറി എങ്ങനെയോ കയറിയകത്ത്. രാവിലെ തന്നെ ഒരു ഓട്ടം കിട്ടി. അപ്പോൾ ഇത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് അവിടെ എങ്ങനെ ഓടിക്കയറണ്ടെന്ന് നോക്കാം. ബസ് സ്റ്റോപ്പ് എത്തി. Okay. Don't need to tap. You have to tap again, right? We have to tap it again. No need. How? No need to tap it again. First time. First time. Enter. Oh, okay. Only one time. Okay. ഓ, ദുബായിൽ നമ്മൾ കയറുമ്പോൾ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്യണം, ഇറങ്ങുമ്പോഴും ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്യണം. ഇവിടെ അങ്ങനെയല്ല. ഒരു റൂട്ടിന് മൊത്തത്തിൽ ഒരു ടാപ്പാണ്. ഇനി ദുബായിലോട്ടുള്ള ബസ് ഏതാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. ഇവിടെ നിന്ന് ദുബായിലോട്ട് പോകാനുള്ള ബസ് 9 മണിക്കാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ 8:30 ആയിട്ടുള്ളൂ. 1.5 മണിക്കൂർ ഇവിടെ തന്നെ ഇരിക്കും. റാക്ക് ടു ദുബായ് വൈസ ഷാർജ. ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ദുബായ്.
നമുക്കിവിടെ ഇരിക്കാം. അങ്ങനെ നമ്മുടെ ബസ്സിൽ കയറിയിരുന്നു. റിസർവ്ഡൊന്നും ഉണ്ടല്ലോ അല്ലേ? ഇവിടെ ചില സീറ്റുകളൊക്കെ റിസർവ്ഡ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. റിസർവ്ഡ് അല്ല. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് ദുബായിലോട്ട് പോകാം. ഇവിടെ ബില്ലടിച്ച് തരും. എത്ര രൂപ ഇവിടെ നിന്ന് ദുബായ് വരെ പോകാൻ? ഇവിടെ 27 രൂപ. ഇനി എൻ്റെ ബാലൻസ് 55 ദിർഹംസും കൂടെ ഉണ്ട്. ദുബായ് വന്നിട്ട് ലോങ് ട്രിപ്പൊക്കെ എടുക്കാനുണ്ട്, അല്ലെങ്കിൽ ബസ്സെല്ലാം യൂസ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യണം. ഇങ്ങനത്തെ ഒരു കാർഡ് മേടിക്കുന്നത് നല്ലതായിരിക്കും. ട്രാക്ക് ചെയ്യേണ്ട അത് റസൽ ഖൈമ ട്രാൻസ്പോർട്ടിൻ്റെ കാർഡാണ്. അപ്പോൾ അതിൻ്റെ 2 ടൈപ്പ് കാർഡുണ്ട്. 2 കൂടുതലുണ്ട്. ഒന്ന് നല്ല കാശുള്ളവർക്കുള്ളത്, പിന്നെ ഉള്ളത് ഗോൾഡൻ, പിന്നെ വേറെ എന്തോ ഒന്നും കൂടെ ഉണ്ട്. സ്റ്റുഡൻസിന് വേണ്ടി വേറെ ഒന്നുമുണ്ട്. നമ്മളിപ്പോൾ എടുത്തത് സക്കർ കാർഡ്, ബ്ലൂ കാർഡ് എന്ന് പറയും. അല്ലാതെ വേറെ ഒന്നുമുണ്ട്, ഇവിടുത്തെ മാത്രം കാണാൻ പറ്റി. ഇതെടുത്തുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് നമുക്ക് സിറ്റിക്കകത്തും പോകാം, ഇൻഡോ സിറ്റിക്കും പോകാം. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ ബാക്കി അങ്ങനെ ഞാൻ പറയാം. ദുബായ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ UAE വന്നു കഴിഞ്ഞാൽ എടുക്കേണ്ട കാർഡുകളുടെ ലിസ്റ്റും ആപ്പുകളും അതിനെക്കുറിച്ചുള്ള ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മളവിടെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു 9 മണിക്ക് ബസ്. ഈ 9 മണിക്ക് ബസ് ഇവിടെ നിന്ന് ഇറങ്ങുമെന്നാണ് ഉദ്ദേശിച്ചത്. കാണുമ്പോൾ കറക്റ്റ് 9 മണി ബസ്. അബുദാബിയിലോട്ട് പോകാനുള്ള ബസ് 9 മണിക്ക്. നമ്മുടെ ഇത് 9 മണിക്ക്. അബുദാബീൻ്റെ ബസ് ഇറങ്ങി, നമ്മുടെ ബസ്സും കൂടെ ഇറങ്ങണം. വന്നത് നേരത്തെ, പക്ഷെ ഇറങ്ങുന്ന കറക്റ്റ് ടൈമിങ്ങില്ല. കുറേ ചെക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു. ടയറിൻ്റെ ചെക്കിങ്, ലഗേജ് ചെക്കിങ്, പാസഞ്ചർ ചെക്കിങ്, അതെല്ലാം കഴിഞ്ഞിട്ടാണ് ലഗേജ് ചെക്കിങ്. അടിയിലെ ലഗേജൊക്കെ വെച്ചിരിക്കുന്നത്. അതൊക്കെ കറക്റ്റ് 9 മണിക്ക് തന്നെ എടുക്കുകയും കൊള്ളാം. അബുദാബി ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇറങ്ങിയിട്ട് നമ്മുടെ ബസ്സും കൂടെ ഇറങ്ങി എൻ്റെ കൂടെ. ഇനി നമുക്ക് ദുബായ് വരെ കുത്തിയിരിക്കാം. നമ്മളങ്ങനെ ദുബായിലെത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് മെട്രോ പിടിച്ച് ദുബായ് ഫ്രെയിമിൻ്റെ അങ്ങോട്ട് പോകണം. ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ എവിടെയാണ്, എവിടെയാണെന്ന് ഇനി തപ്പി പിടിക്കണമല്ലോ. ഇവിടുത്തെ പിന്നെ ഗുണമുണ്ട്, മാപ്പ് നോക്കിയാണെങ്കിൽ നമുക്ക് എവിടെ പോകേണ്ടതെന്ന് അറിയാൻ പറ്റും. സിറ്റി ഗേറ്റ് ദുബായ്, ഇതാണെന്ന് തോന്നുന്നു മെട്രോ സ്റ്റേഷൻ അല്ലേ? ഇത് തന്നെ. നമുക്ക് ഇനിയും ഇവിടുത്തെ കാർഡ് എടുക്കണം. മെട്രോനും ബസ്സിനും എല്ലാം കൂടെ ഉള്ള കാർഡ് 25 ദിർഹംസ്. ആ കാർഡ് എടുക്കുന്ന എവിടെയാ? യൂണിയൻ. ഇത് ഇവിടെ നിന്നാണോ നമ്മൾ പോകേണ്ടത്? നോക്കട്ടെ ഇതെങ്ങനെയാ പരിപാടിയെന്ന്. ഇവിടെ നിന്ന് കാർഡ് എടുക്കുന്ന എവിടെയാ? സെക്യൂരിറ്റി ചെക്ക് ഇവിടെ ഉണ്ട്. യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ മാക്സ് മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞെടുത്ത് പോകണം. അവിടെ നിന്ന് നടന്നിട്ട് വേണം ദുബായ് ഫ്രെയിമിലെത്താൻ. കാർഡ് ഇവിടെ നിന്നാണോ? ചേടാ, ഈ കാർഡ് എടുക്കുന്ന എവിടെ അറിയില്ലല്ലോ. നോക്കട്ടെ. ഞാൻ കാർഡ് എടുത്തത് എൻ്റെ പൊന്നോ, ഞാനെടുത്ത കഷ്ടപ്പാട്. കൗണ്ടറിൽ പോയപ്പോൾ കൗണ്ടറിൻ്റെ അത് വർക്കിംഗ് അല്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് മെഷീനിൽ നിന്ന് കാർഡ് എടുക്കണമെന്ന് പറഞ്ഞു. ഇനി ഈ കാർഡ് എടുത്തു. കാർഡിനകത്ത് ബാലൻസ് എന്ന് പറയുന്നത് എത്ര രൂപയാണ് അതൊന്നും മനസ്സിലാകുന്നില്ല. ഇനിമേ കാർഡിന് 50 ദിർഹംസിന് റീചാർജും കൂടെ ചെയ്യണം. ഇതാണ് കാർഡ്. ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇവിടെ വന്നിട്ട് എടുക്കേണ്ട കാർഡും ലിസ്റ്റും എല്ലാത്തിനെയും പറഞ്ഞിടാം. അതാണ് നല്ലത്. നമ്മൾ പുള്ളിക്കാരൻ എൻ്റെ കൂടെ തന്നെ വരുവാണല്ലോ. ഇത്ര നേരം അവിടെ നിൽക്കുമായിരുന്നു. സംസാരിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എൻ്റെ കൂടെ തന്നെ അങ്ങ് നടന്നു വരുന്നു.
പനയെല്ലാം ക്ലീൻ ആക്കുക. അപ്പോൾ മെട്രോയിൽ നിന്ന് ഇറങ്ങി ഇനി അങ്ങോട്ട് നടന്നു പോകുന്ന ഡിസ്റ്റൻസ് ഉള്ളതെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കെന്നാൽ നടന്നു പോവാം. ബസ്സും പിടിച്ച് പോവാം, നടന്നും പോവാം. എന്തിനാ വെറുതെ ബസ്സിൽ കയറുന്നത്? നമുക്ക് നടന്നു പോവാം. നടന്നു പോകുന്ന ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ. നമുക്കിനി ഇതാണ്ട് അങ്ങോട്ട് പോവാം. ദുബായ് ഫ്രെയിം കണ്ടോ? ഇനി അങ്ങോട്ട് എങ്ങനെ ചാടും നോക്കണം. ദുബായ് ഫ്രെയിം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് ഞാൻ നോക്കിയപ്പോഴും സെർച്ച് ചെയ്തപ്പോഴും കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് ഫ്രെയിമിൻ്റെ ആ സ്ഥലം എന്ന് പറയുന്നത് എന്തുവാ ഓൾഡ് ദുബായ് ന്യൂ ദുബായിനെ അവിടുന്ന് കാണാൻ പറ്റുമെന്നാണ് അറിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അറിഞ്ഞത്. ഇനി അങ്ങോട്ട് കയറുന്ന ഇതേതാ? ഈ വഴിയാണോ ദുബായ് ഫ്രെയിമിനോട്ട് പോകുന്ന വഴി? അവിടെ ഒരു കൗണ്ടറുണ്ട്, കൗണ്ടറിൽ പോയി ചോദിക്കാം. ആ വഴിയല്ല, അത് പാർക്കിലോട്ടുള്ള എൻട്രൻസാണ്. നമ്മളപ്പോൾ കറങ്ങി അങ്ങോട്ട് എത്തണം. നമ്മളങ്ങനെ നടന്ന് ആണ്ട് ദുബായ് ഫ്രെയിമിൻ്റെ കീഴെത്തി. ഇവിടെ നിന്ന് കയറുന്ന ഏത് വഴിയാ? ആ ഓക്കെ, ഇവിടെ തന്നെ. ദൈവമേ, നല്ല തിരക്കുണ്ടല്ലോ. അതാണ്ട് നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ അടുത്തെത്തിയേ. തിരക്കുണ്ടല്ലോ. അകത്തോട്ട് കയറാൻ എത്ര രൂപയാ? ഓൺലൈൻ ടിക്കറ്റ് ഹോൾഡേഴ്സ് പ്ലീസ് എൻട്രൻസ്. ആ ഓക്കെ, ഇവിടെ തന്നെ. Just one. Which one? This one? Set. ആ ഓക്കെ. ഇനി നമുക്ക് ആദ്യം ഈ സാധനം എല്ലാം എടുത്തൊന്ന് ബാഗിനകത്തോട്ട് വെക്കട്ടെ. ഓ, ഇത് പുതിയ 50 ഗ്രാംസിൻ്റെ നോട്ടാണെന്ന് തോന്നുന്നല്ലോ. ക്യാമറ ഇവിടെ ഇരിക്കട്ടെ. 50 രൂപ. വാറ്റാണ് ഈ 2 രൂപ എന്ന് പറയുന്നത്. അപ്പം ഞാൻ 52 രൂപ കൊടുത്തു കറക്റ്റായിട്ട്. ഓക്കെ, ഇനി ഇത്രേ ഉള്ളൂ. അകത്തോട്ടുള്ള കാർഡ് കണ്ടോ? ഇത്രേ ഉള്ളൂ. നമുക്കിനി അകത്തോട്ട് പോകാം. ദുബായ് ഫ്രെയിം തേണ്ട് കണ്ടോ? വെയിറ്റ്, ഇവിടെ കൂടെ കാണുന്നില്ലല്ലോ, മൊത്തം മരമാണ്. ദുബായ് ഫ്രെയിം ഇവിടെ. അതാണ്ട് ദുബായ് ഫ്രെയിം കണ്ട. നമുക്ക് ഇറങ്ങാൻ നേരത്തെ ഫോട്ടോ എടുക്കാം. ഇവിടുന്ന് ഏതോ ഒരു ആംഗിളിൽ നിന്ന് കിട്ടുമ്പോൾ മര്യാദയ്ക്ക് കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു. ആ ആംഗിൾ കിട്ടുമ്പോൾ മര്യാദയ്ക്ക് നമുക്ക് എടുക്കാം. ഇനി എങ്ങനെ അകത്തോട്ട് കയറുന്നേ? ഐ ആം നോട്ട് ഷുവർ. ഞാനേ ഇങ്ങോട്ട് ആദ്യമായിട്ടാ. ഇതെന്താ അങ്ങോട്ടുള്ള തിരക്ക്? ആ വഴിയാണോ ഈ വഴിയാണോ? ദാറ്റ് വേ. എന്നാ പിന്നെ എൻട്രൻസ് ഒന്ന് എഴുതി വെച്ചൂടെ ഇവർക്ക്? ഞാൻ ചമ്മിപ്പോയനെ ഇപ്പോൾ. അയ്യോ എൻ്റെ പൊന്നോ, തിരക്കുണ്ടല്ലോ. എന്തായിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്? ഓ, അത് എക്സിറ്റാ കേട്ടോ. ഇവിടെ ആൾക്കാരെല്ലാം നിൽക്കുന്നു. എന്ത് പറ്റി? പോസ്റ്റായി നിൽക്കണോ? അപ്പോൾ ഒരു സെറ്റ് ആൾക്കാർ കഴിഞ്ഞിട്ട് മറ്റേ സെറ്റ് ആൾക്കാരെ കയറ്റി വിടത്തുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ വേണ്ട. എന്താണ് ഇതിൻ്റെ കീഴെ വന്നിട്ട് ഇവിടെ ഇപ്പോൾ മരം വെച്ചോണ്ട് തണലുണ്ട്. ചൂട് ഇതാകുന്നില്ല.
ചൂടും തണുപ്പും കൂടെ മിക്സ് ചെയ്തൊരു ഫീലാണ് ഇപ്പോൾ. 30 മിനിറ്റ് നമുക്ക് അന്നത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. പെട്ടെന്ന് കണ്ട് മൊത്തം കണ്ട് അങ്ങ് പോകണം. ഇതെന്താ നിരയായി വരിയായിട്ട് പോകുന്നു. ഒരാടിൻ്റെ പുറകെ എല്ലാവരും പോകുന്ന പോലെയാണല്ലോ എല്ലാവരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാനും കൂടെ പോവാം. എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല. ഇനി ഫ്രെയിമിൻ്റെ അകത്തെത്തി കണ്ട. ഫ്രെയിമിൻ്റെ അകത്തെന്തായാലും ഞാൻ കയറി. അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കീഴെ എൻട്രൻസ്, ടിക്കറ്റ് കൗണ്ടർ, ഇൻഫർമേഷൻ ഡെസ്ക്, സെബിൽ പാർക്ക്, ടോയ്ലറ്റ് എക്സിറ്റ്. ഇവിടെയും വന്ന് നമ്മളെ പോസ്റ്റാക്കിയോ. മറ്റേ ഫ്യൂച്ചർ മ്യൂസിയത്തിലോട്ട് ഞാൻ പോയേനെ. പക്ഷേ അവിടെ അസ്ഥാനത്തെ കാശും പ്രീ ബുക്കിങ്ങിനും ചെയ്യണമെന്നാണ് ഞാൻ കണ്ടത്. സ്കാൻ ചെയ്തിട്ട് ഒന്നൊന്നായിട്ട് പയ്യെ കയറുക. അതിൻ്റെ തിരക്ക. നമ്മുടെ കീഴെ വന്നിട്ട് സ്റ്റക്കായെന്ന് വിചാരിച്ചു. ഇല്ല, ദൈവമേ ഇവിടെയും തിരക്കാണോ? ഫ്രണ്ട് കാണാന്മാരുടെ സ്പീഡിൽ പോയെങ്കിലല്ലേ നമുക്ക് നമ്മളെ ആ ഡോറ് തള്ളിക്കൊണ്ടിരിക്കുന്നു. ഇവന്മാരെ ആള് ശരിയല്ലല്ലോ. ഓ ഇവിടെയും തിരക്കാണ്. ഒരുമാതിരി മറ്റടുത്ത പരിപാടി പോയി കേട്ടോ. മണ്ടക്കോട്ട് പോകുമ്പോൾ എക്സ്പ്ലോർ ഓർ ദുബായ്. നമ്മളങ്ങനെ ഓൾഡ് ദുബായിലോട്ട് കയറാൻ പോവാ. പണ്ടത്തെ ദുബായ് എങ്ങനെയായിരുന്നു എന്നുള്ള വീഡിയോ. ദുബായിൻ്റെ പണ്ടത്തെ ദുബായിൻ്റെ മാപ്പ് 1960 കൊള്ളാലോ. നോ സെപ്പറേറ്റ്. നമ്മളിനി ദുബായ് ഫ്രെയിമിൻ്റെ മണ്ടക്കോട്ട് പോവാണ്. ഇതിൻ്റെ മണ്ടയ്ക്കത്തെ ഡെക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡ്, ദുബായിൻ്റെ രണ്ട് സൈഡ് കാണാൻ പറ്റും. നമ്മൾ മണ്ടയ്ക്കോട്ട് പോകാൻ വേണ്ടി ലിഫ്റ്റിൽ കയറാൻ പോവാം. Президент когда был до нынешнего നമുക്ക് മണ്ടയ്ക്കെത്തി. നമ്മൾ അങ്ങനെ ദുബായ് ഫ്രെയിമിൻ്റെ അപ്പർ ഡെക്കിലെത്തി, അല്ലെങ്കിൽ വ്യൂ ഡെക്ക് എന്ന് പറയുന്ന സ്ഥലം. ഇത് കണ്ടോ, കൊള്ളാമല്ലേ? അത് കൊള്ളാമല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. രണ്ട് ദുബായ്. ഇവിടെ നിന്നാണ് രണ്ട് ദുബായ് കാണുന്നത്. രണ്ട് ദുബായ് ഉണ്ടോ?
ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾഡ് ദുബായിയും ന്യൂ ദുബായി രണ്ടും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റും ഒരേ സമയത്ത്. ഈ വ്യൂ കാണാൻ പറ്റുന്ന ഇടത്തല്ല ആൾക്കാർ ഒന്ന് കൂടി നിൽക്കുക. ഓക്കെ, അതാണ് ഇവിടുന്ന് കാണുമ്പോൾ കണ്ട, ഇത് ന്യൂ ദുബായ്, മറ്റേ ബുർജ് ഖലീഫയും ആ സൈഡും അതൊക്കെ. ഇനിയും ഇതിൻ്റെ ഇപ്പുറത്തോട്ട് നമ്മൾ നടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ദുബായ് കാണാൻ പറ്റും. ഇത് വേറെ സൈഡ് ദുബായിൻ്റെ. ദുബായ് ഫ്രെയിമിൽ ഇവിടെ നിന്നാൽ വന്നാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് രണ്ട് സൈഡ് കാണാൻ പറ്റും. ദുബായിൻ്റെ നല്ല നമ്മൾ ഈ പിക്ചേഴ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സൈഡും, പിന്നെ നമ്മുടെ പേരൻസോ ബ്രദേഴ്സോ എല്ലാവരും പണിയെടുക്കുന്ന വേറൊരു സൈഡ്. ഇത് സ്ക്രീനാ കേട്ടോ. ഇത് ഗ്ലാസ് അല്ല, സ്ക്രീനാ, പറ്റിച്ച്. ഇത് സ്ക്രീനാണ്, ഗ്ലാസ് അല്ല. നൈസ്. അതേപോലെ തന്നെ അകത്ത് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, കടകൾ. കടയല്ല, ചെറിയ ചെറിയ ഇത്. ഇനി കട സൗണ്ട് എന്താണെന്നല്ലേ, സുവനീർ ഉണ്ട് ഇവിടെ. സുവനീർസ് നമുക്ക് വേണ്ട ഏത് ഇതാണോ ഇവരത് ആ കോയിനിലോട്ട് പ്രിൻ്റ് അടിച്ച് തരും. പക്ഷെ നമുക്കിപ്പോൾ അത് വേണ്ട, നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. അടുത്തടുത്തോട്ട് എങ്ങനെയാണ് പോകുന്നേ? ഇവിടെ തന്നെ നിൽക്കണ്ടോ. നമ്മൾ ഓൾഡ് ദുബായിൽ കയറി ന്യൂ ദുബായിൽ ഇറങ്ങി. ന്യൂ അല്ല, ഫ്യൂച്ചർ ഓഫ് ദുബായ് എന്ന് പറഞ്ഞ എക്സിറ്റ് ടു ഫ്യൂച്ചറിനാണ് കാണിച്ചേക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെത്തിയോ? ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. ഫ്യൂച്ചർ ദുബായ്. നമ്മൾ കയറിയത് ഓൾഡ് ദുബായിലോട്ടാണെങ്കിൽ ഇറങ്ങുന്നത് ഫ്യൂച്ചർ ദുബായിലോട്ടാണ്. മോനെ കൊള്ളാമല്ലോ. 2050 ദുബായിൽ എങ്ങനെ ഉണ്ടാവുമെന്നായിരിക്കും ആണെന്നൊക്കെ ഇപ്പം കാണിക്കുന്നത്. 2050 ദുബായിൽ ഇങ്ങനെ മാറ്റുക അവർ. ഫ്യൂച്ചർ ഓഫ് ദുബായ് ആണ് നമ്മൾ കണ്ടത്. പറയാൻ പറ്റത്തില്ല, ഇപ്പൊ ഡ്രോൺ ഡെലിവറി വരെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ.
2050 ആകുമ്പോഴത്തേക്കും വേറെ ലെവലാവും. ആ മൈക്കുണ്ട്. നമുക്കിനി ഇറങ്ങാം. ഓ അതാണ്ട് മറ്റേ ഗ്രീൻ സ്ക്രീനിൻ്റെ പരിപാടി. അത് കാശ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഫോട്ടോ എടുക്കുന്ന ഫ്രീയും സാധനം കിട്ടണമെങ്കിൽ കാശ് കൊടുക്കണം. ഓ ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ, ഓരോരോ ഇത്. ദുബായ് ഫ്രെയിമിൻ്റെ കീ ചെയിൻസ് ഉണ്ടോ? കാശുണ്ടെങ്കിൽ വന്ന് മേടിക്കാം കേട്ടോ. കാശില്ലെങ്കിൽ ആണ് സ്നോ ഗ്ലോ. കാശില്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങ് പോവാം, അത്രേ ഉള്ളൂ. വായി നോക്കാൻ എന്തിനാ കാശ് അല്ലേ? സുവനീഴ്സൊക്കെ മേടിക്കണം. പക്ഷെ ഇപ്പം നമ്മുടെ ഈ ഫണ്ടില്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ടിട്ട് പോകുന്നു. നമുക്ക് ഒരു ദിവസം വന്നിട്ട് നമുക്ക് വേണ്ടതെല്ലാം മേടിക്കും. എല്ലാം അല്ല, ആവശ്യമുള്ളൂ. നമുക്കിനി വെളിയിലോട്ട് ഇറങ്ങാം. ഓ ഈ സാധനം എന്നെ തൊള്ളരുത്. അങ്ങനെ നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ വെളിയിലിറങ്ങി. അമ്മ, ഇനി നമുക്ക് ഇവിടുന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി. ദുബായ് ഫ്രെയിമിൻ്റെ മര്യാദയ്ക്കൊരു ക്ലിക്ക് കിട്ടുമോ നോക്കട്ടെ. അയ്യോ വാട്ടർ ഫൗണ്ടൻ തീർന്ന്, അല്ല മ്യൂസിക് ഫൗണ്ടൻ തീർന്നു. നമ്മൾ ചമ്മിപ്പോയി. നമ്മൾ വന്ന സമയത്തുണ്ടായിരുന്നു, തീർന്നിപ്പോൾ. മോനെ ദുബായ് ഫ്രെയിമിൻ്റെ ഫുൾ ഫ്രെയിം കിട്ടുമോ നോക്കട്ടെ. ഇങ്ങോട്ട് നീങ്ങി നിൽക്കാം. ആ കിട്ടി 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 കിട്ടി. ഇതാണ് ദുബായ് ഫ്രെയിം. ദുബായ് ഫ്രെയിം എന്ന് പറയുന്ന ഒരു മ്യൂസിയമാണ്. അതിനകത്ത് പണ്ടത്തെ ഒരു മ്യൂസിയം സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ദുബായ് എങ്ങനെയാണെന്നും പിന്നെ ഫ്യൂച്ചറിൽ ഇനി കാണാൻ പോകുന്ന ദുബായ് എങ്ങനെയാണെന്നും പിന്നെ നമ്മൾ ഏറ്റവും മണ്ടയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓൾഡ് ദുബായ് ന്യൂ ദുബായിനെ കാണാൻ പറ്റും. ഞാൻ അതിനകത്ത് കാണിച്ചില്ലായിരുന്നോ, ഒരു ചെറിയ ചെറിയ ബിൽഡിങ്ങുള്ളതുണ്ട്. ആ സൈഡ് എന്ന് പറയുന്നത് ഓൾഡ് ദുബായ്. ഇങ്ങനെ ചെറിയ ചെറിയ ബിൽഡിങ്, അതാണ് മാർക്കറ്റ് ഏരിയ. അവിടെ എല്ലാം മാർക്കറ്റ് ഏരിയ. അതിൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ മറ്റേ ബിൽഡിങ്സ്, ബുർജ് ഖലീഫ, അങ്ങനത്തെ പരിപാടിയെല്ലാം അതിൻ്റെ അപ്പുറത്താണ്. ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം എനിക്കറിയാൻ പറ്റിയത്. ആ ഇത് ഫ്യൂച്ചർ മ്യൂസിയം. അവിടെ കയറാൻ നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുക്കണം. നേരത്തെ ടിക്കറ്റ് എടുക്കണം. ഇന്ന ടൈമിലൊക്കെ എടുത്തിട്ട് കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ എടുക്കുന്നതിനും ഇത് കീറുന്ന പോക്കറ്റ് കീറുന്ന ചാർജും കൂടെയാണ്. 150 എങ്ങാണ്ട് അവർ. അതാണ്ട് തിരക്ക് ഇപ്പോഴും തിരക്കുണ്ട്. കൊള്ളായിരുന്നു കേട്ടോ. ഓൾഡ് ഫ്യൂച്ചർ ഓൾഡ് ദുബായ് ന്യൂ ദുബായിനെ നമ്മൾ ഒറ്റ ഫ്രെയിമിൽ തന്നെ കെട്ടി. ഒറ്റ ഇതിനകത്ത് തന്നെ കിട്ടി. ഇനി നമുക്കിവിടെ നിന്ന് സ്പൈസ് മാർക്കറ്റിലോട്ട് പോവാം. അല്ലെങ്കിൽ സ്പൈസ് സൂക്ക്, സ്പൈസ് മാർക്കറ്റ്, ഗോൾഡ് സൂക്ക്, സ്പൈസ് മാർക്കറ്റ്, അതെല്ലാം ആ ഒരു ചെറിയ ദേറ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്താണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറാമയിലോട്ട് പോകണം, ക്രീക്കിൽ കയറണം. ഇതൊറ്റ വീഡിയോയിലോട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ 2-3 പാട്ടിടും. ദബീൽ പാർക്ക്. അപ്പോൾ ഇനി നമുക്കിതിന് ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് മെട്രോ പിടിക്കണം. മെട്രോ പിടിച്ച് മെട്രോയും ബസ്സും പിടിക്കേണ്ടി വരും അപ്പുറത്തോട്ട് പോകാൻ. അത് നോക്കണം. അപ്പോൾ രണ്ടും കൂടെ പിടിച്ചിട്ട് നമുക്ക് അപ്പുറത്ത് കാണണം. എന്നിട്ട് നോക്കാം. ഇന്ന് ഫുള്ള് കിടക്കരുത് നമ്മുടെ കയ്യിൽ. എവിടെയെങ്കിലുമൊക്കെ പോകാം.
ഓക്കെ, ഇനി നമുക്ക് മെട്രോ സ്റ്റേഷനിലോട്ട് പോവാം. മെട്രോ സ്റ്റേഷനിൽ ബസ്സിൽ പോകണോ നടന്നു പോകണോ? ആ, ഇവിടെ നിന്ന് അടുത്ത. ആ, അങ്ങനെ ദുബായ് ഫ്രെയിമിലോട്ട് ബൈ ബൈ പറഞ്ഞു. നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. നമുക്ക് ഇനിയും എങ്ങോട്ടാ? ഗോൾഡ് സൂക്കിലോട്ട് പോവാം. അവിടെ ഇപ്പോഴെങ്ങനെയാണെന്നറിയില്ല, പണ്ട് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് പോകുമ്പോൾ ഉണക്കാനിടുന്ന പോലെ സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. നമ്മൾ റാസൽ ഖൈമയിൽ ഞാൻ മറ്റേ മ്യൂസിയം കണ്ടു കഴിഞ്ഞിട്ട് വന്നപ്പോൾ പറഞ്ഞില്ലായിരുന്നു, ഉണക്കാനിട്ടേക്കുന്ന പോലെ അവിടെ സ്വർണ്ണം ഇട്ട് വെച്ചേക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സെക്യൂരിറ്റിയാണ് സ്വർണ്ണത്തിന്. ഇവിടെ നമുക്കിനി അങ്ങോട്ട് പോവാം.